കേരളത്തിലേക്കുള്ള ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആരംഭിച്ച കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. ബംഗാളികൾ എന്ന വ്യാജേന സംസ്ഥാനത്ത് നുഴഞ്ഞുകയറിയെത്തിയ ബംഗ്ലാദേശികൾ കഴിയുന്നതിനെക്കുറിച്ചുള്ള ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കടന്നുകളഞ്ഞ ബംഗ്ലാദേശി ക്രിമിനലുകൾ ചാവക്കാട്ടും ചാലക്കുടിയിലും ഇപ്പോഴും ഒളിവിലാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികൾ തന്നെ സ്ഥാപിച്ച് അനധികൃത കുടിയേറ്റ ബംഗ്ലാദേശികൾ കഴിയുന്ന വിവരം ജനം TV ആയിരുന്നു പുറത്തുവിട്ടത്. എറണാകുളം, ചെറായി, കുഴുപ്പള്ളിയിൽ ബംഗാളികൾ എന്ന വ്യാജേന കഴിഞ്ഞിരുന്നവർ തങ്ങൾ ബംഗ്ലാദേശികൾ തന്നെയെന്ന് ജനം TVക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ചതോടെയാണ് അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് പുറം ലോകത്തിന് വ്യക്തമായത്. തുടർന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സമഗ്ര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ചെറായിലെ മുഹമ്മദ് സുഹൈലും സുബൈലും ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശികൾ നേരത്തെ മുനമ്പം പോലീസിന് നൽകിയ ഇലക്ഷൻ ID, ആധാർ കാർഡുകൾ വ്യാജമാണെന്നും വ്യക്തമാവുകയാണ്. ബംഗ്ലാദേശികൾക്ക് ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ചു നൽകിയവരെ കുറിച്ച് IB അന്വേഷിക്കുന്നുണ്ട്. വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ക്രിമിനൽ പശ്ചാത്തലം കൂടിയുള്ള ബംഗ്ലാദേശികൾ തൃശൂർ ജില്ലയിലെ ചാവക്കാടും ചാലക്കുടിയിലും ഒളിവിൽ കഴിയുന്നതിന്റെ വിവരങ്ങളും ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാദേശികമായി സ്വാധീനമുള്ള ചിലരുടെ പിന്തുണയും ഇവർക്ക് നിർലോഭം ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ അനധികൃത കുടിയേറ്റക്കാരുടെ സാന്നിധ്യവും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങളും IB ഉൾപ്പെടെയുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തിന് അകത്തുകൂടി അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ ഇവരെ പ്രയോജനപ്പെടുത്തിയേക്കാമെന്ന ആശങ്കയുമുണ്ട്. ക്യാമറമാൻ സജിത്തിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.